നമസ്കാരം. മലയാള സിനിമയിൽ നിരവധി ആരാധകരുള്ള താരജോഡികളായിരുന്നു ഒരു കാലത്ത് ദിലീപും മഞ്ജു വാര്യരും. ഇന്നും ഇവരുടെ വാർത്തകൾക്കെല്ലാം വളരെയേറെ പ്രസക്തിയാണ് ലഭിക്കുന്നത്. ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ ഒരു സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലഘട്ടം തന്നെയാണ്. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ തന്നെ മലയാള സിനിമയിൽ ഉയർന്നുകൊണ്ടുവരികയായിരുന്നു മഞ്ജു വാര്യർ. എന്നാൽ വിവാഹത്തോടെ, ദിലീപുമായുള്ള ആ ഒരു വിവാഹത്തോടെ സിനിമാഭിനയം പൂർണ്ണമായും നടി അവസാനിപ്പിച്ചു. പിന്നീട് കുടുംബിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു. എന്നാൽ നീണ്ട 16 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന ഒരു വാർത്ത കേട്ടത് മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. ഇവരുടെ പ്രണയവും വിവാഹവും അതുപോലെ തന്നെയായിരുന്നു, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിനിടയിൽ 16 വർഷങ്ങൾക്ക് ശേഷം കേട്ടത് ഒരു വേർപിരിയൽ വാർത്തയായിരുന്നു. ഇതും മലയാളികളെയും സിനിമാ ലോകത്തെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കാരണം അതിന് കാരണമായി പറഞ്ഞത് ദിലീപും കാവ്യയുമായുള്ള അടുപ്പമാണെന്നാണ് ഗോസിപ്പുകൾ വന്നത്. അത് പിന്നാലെ വലിയ രീതിയിൽ പരക്കുകയും പിന്നീട് ഇവർ വേർപിരിഞ്ഞതോടെ അത് കൂടുതൽ ആ ഒരു ഗോസിപ്പിന് മൂർച്ചയാർജിക്കുകയും ചെയ്തു. അതിനുശേഷം വിവാഹമോചിതനായി 2 വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപ് കാവ്യ വിവാഹം കഴിക്കുന്നത് തന്നെ. അതുപോലെ മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഇന്നും ആകാംക്ഷയാണ് ഇവരുടെ ആരാധകർക്ക്. രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു. കരിയറിന്റെ 2 ഘട്ടത്തിലും പ്രശസ്ത നടിക്ക് തന്റേതായ സ്ഥാനം ഇൻഡസ്ട്രിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ 4 വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത്. വെറും 20 ചിത്രങ്ങളിൽ മാത്രമാണ് നടി അന്ന് അഭിനയിച്ചത്. കഷ്ടിച്ച് 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പ്രശസ്ത നടൻ ദിലീപിനെ വിവാഹം ചെയ്ത് സിനിമയോട് വിട പറയുകയാണ് ചെയ്തത്. അന്ന് തന്റെ ഭാര്യ സിനിമകളിൽ അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന ദിലീപിനെ വെളിപ്പെടുത്തൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മലയാളത്തിലെ ഏറ്റവും കഴിവുള്ള നടിയെ വീട്ടമ്മയാക്കി ഒതുക്കിയ നടനോട് ക്ഷമിക്കാൻ പ്രേക്ഷകർ ഒരുപാട് കാലം തയ്യാറായിരുന്നില്ല. മഞ്ജുവിന്റെ വളർച്ചയിൽ ദിലീപിന് അസൂയയാണെന്ന് പോലും അന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ നേരെ ചൊവ്വ എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മഞ്ജു അഭിനയിക്കാത്തതിന്റെ തന്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ നടൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മഞ്ജു വാര്യരോട് ദിലീപിന് അസൂയുണ്ടോ എന്ന അവതാരകൻ ജോണി ലൂക്കോസിനോട് ഒരു ചിരിയോടെ മഞ്ജു ഒരു പാവമാണ്, അവളോട് എനിക്ക് എന്തിനാണ് അസൂയ എന്ന മറുചോദ്യമാണ് നടൻ ചോദിച്ചത്. താനോ മഞ്ജുവോ ഒരിക്കലും അവർ ഇനി അഭിനയിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ദിലീപ് അന്ന് അവകാശപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ നടി 2 ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തീർക്കുന്ന തിരക്കിലായിരുന്നുവെന്നും അന്ന് ഏതാണ്ട് 15 ദിവസത്തിന് ശേഷമാണ് അവരെ താൻ പിന്നീട് കണ്ടതെന്നുമാണ് നടൻ പറഞ്ഞത്. സ്വാഭാവികമായും ഇതിൽ വില്ലൻ ഭർത്താവ് തന്നെയാവും, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നടൻ കൂട്ടിച്ചേർത്തു. സിനിമയും കുടുംബവും കൂട്ടിച്ചേർത്താൽ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ ദിലീപ് എല്ലാവരും ജോലിക്ക് വരുന്നത് ഭാര്യമാരോടൊപ്പമാണോ എന്ന് ചോദിച്ചു. മഞ്ജു ഇന്ന് വളരെ എൻഗേജ്ഡ് ആണ്. എന്റെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിന്റെ കാര്യങ്ങളുണ്ട്, കമ്പനി കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നോക്കണം, നടൻ പറഞ്ഞു. ഒപ്പം മഞ്ജുവിനെ കുറിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇമേജ് മാത്രമാണ് ഉള്ളതെന്നും മടങ്ങി വന്നാൽ സിനിമയിൽ നിന്ന് പുതിയ മഞ്ജുവിന് ആ സ്നേഹം കിട്ടണമെന്നില്ല എന്നും ദിലീപ് അവകാശപ്പെട്ടു. ഞാൻ മഞ്ജുവിനോട് പറയാറുണ്ട്, സിനിമയിൽ എന്നും നിനക്ക് 19 വയസ്സാണെന്ന്. അതിനപ്പുറമുള്ള ഒരു പ്രായം ആരും കണ്ടിട്ടില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതാണ്. ഒരു നടി അഭിനയത്തിൽ നിന്ന് പോയി കല്യാണം കഴിഞ്ഞ് പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വന്നാൽ ഈ കാണുന്ന ബഹളങ്ങളൊന്നും പിന്നീട് ഉണ്ടാവാറില്ല. മുൻപ് മടങ്ങി വന്നവരുടെ കണക്കുകൾ എടുത്താൽ അതാണ് കാണാൻ പറ്റുന്നത്, ദിലീപ് വിശദീകരിച്ചു. സിനിമയിലേക്ക് മടങ്ങി വരുന്ന നടിമാർക്ക് പ്രേക്ഷകരിൽ നിന്ന് പഴയ സ്വീകാര്യത കിട്ടാറില്ല എന്നാണ് തന്റെ വിശ്വാസമെന്ന് നടൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ കാര്യത്തിൽ ദിലീപിന്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്നാണ് കാലം തെളിയിച്ചത്. കാരണം മഞ്ജു വാര്യരുടെ ജീവിതത്തിൽ സംഭവിച്ചതും മറിച്ചാണ്. വിവാഹമോചന ശേഷം അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവിനെ കേരളം ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അധികം വൈകാതെ തമിഴിലും അരങ്ങേറ്റം കുറിച്ച താരം മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, അജിത് കുമാർ, വിജയ് സേതുപതി, ധനുഷ് തുടങ്ങിയ 2 ഇൻഡസ്ട്രികളിലെയും സൂപ്പർ താരങ്ങളോടൊപ്പം ഹിറ്റ് ചിത്രങ്ങളുമായി ഭാഗമായി. ഇന്ന് അധികമാർക്കും കിട്ടാത്ത ജനപ്രീതിയും മഞ്ജു വാര്യർ എന്ന താരത്തിന് സൗത്ത് ഇന്ത്യയിലുണ്ട്. മാത്രമല്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലാണ് താരം അറിയപ്പെടുന്നത് തന്നെ. അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിൽ ദിലീപ് മഞ്ജു വാര്യർ വിവാഹബന്ധം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിരുന്നു. ദിലീപിനെതിരെ ഭാഗ്യലക്ഷ്മി ഒരു ചാനൽ ചർച്ചയിൽ ആ സമയത്ത് നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ചും അത് മഞ്ജു അറിഞ്ഞതിനെക്കുറിച്ചുമെല്ലാമായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് അന്ന് പറയാനുണ്ടായിരുന്നത്. 2022 കാലഘട്ടത്തിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ. അതായത് ഈ ഒരു നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സമയം ആയിരുന്നു അത്. മഞ്ജു വാര്യർ മീനാക്ഷിയെ പ്രസവിച്ച് 2 മാസം തികയും മുമ്പ് തന്നെ കാവ്യയും ദിലീപും ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം മഞ്ജു തന്നോട് കരഞ്ഞു പറഞ്ഞതായി കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഉപദേശക സമിതി അംഗമായിരുന്ന ലിബർട്ടി വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസ് വീണ്ടും സജീവമാകുമ്പോഴും ലിബർട്ടി ബഷീറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നുണ്ട്. ദിലീപിന്റെ വീട്ടിൽ 14 വർഷക്കാലം മഞ്ജു വാര്യർ കഴിഞ്ഞത് വീട്ടുതടങ്കൽ സമാനമാണെന്നാണ് ലിബർട്ടി ബഷീർ അന്ന് അവകാശപ്പെട്ടത്. ദിലീപുമായുള്ള കല്യാണം കഴിഞ്ഞതു മുതൽ
അവർ ഒട്ടേറെ സഹിക്കേണ്ടി വന്നു. എന്നാൽ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് ഇതൊന്നും പുറത്ത് അറിയാതിരുന്നതെന്ന് ലിബർട്ടി പറയുകയുണ്ടായി. ദിലീപിന്റെ അമ്മ വളരെ ക്രൂരമായാണ് മഞ്ജുവിനോട് പെരുമാറിയത്. മഞ്ജുവിനുള്ള ഫോൺ വന്നാൽ പോലും അത് ആരാണെന്ന് പരിശോധിച്ച് മാത്രമേ അവൾക്ക് നൽകാറുള്ളൂ. വീട്ടിൽ കരഞ്ഞു കഴിയേണ്ട അവസ്ഥയായിരുന്നു ദിലീപിനോടൊപ്പമുള്ള കാലം. സ്വാതന്ത്ര്യമില്ലാതെ കൂട്ടിലടച്ച അവസ്ഥയായിരുന്നു. ദിലീപിന്റെ അനുജൻ അനൂപും അയാളുടെ ഭാര്യയും മാത്രമാണ് മഞ്ജുവിനോട് അല്പമെങ്കിലും നല്ല നിലയിൽ പെരുമാറിയിരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിനെതിരെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച അനൂപിന്റെ മൊഴിയിൽ മഞ്ജു മദ്യപാനിയാണെന്ന് അറിയില്ലെന്ന് മറുപടി പറഞ്ഞിരുന്നു. പലവട്ടം മദ്യപിച്ച് വീട്ടിൽ വരാറുണ്ടെന്നും വീട്ടിൽ എല്ലാവർക്കും അത് അറിയാമെന്നും മൊഴി നൽകാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു അനൂപിന്റെ അന്നത്തെ മൊഴി. ഇത് തന്നെ മഞ്ജുവിന്റെ സ്വഭാവ മഹിമയ്ക്ക് ഉദാഹരണം തന്നെയായിരുന്നു. ദിലീപിനോട് എനിക്ക് വൈരാഗ്യമുണ്ടെന്നത് സത്യം തന്നെയാണെന്ന് ഈ സമയത്ത് തന്നെ ബഷീർ പറയുന്നുണ്ട്. താൻ പ്രസിഡന്റ് ആയിരുന്ന സംഘടന പൊളിച്ചത് ദിലീപാണ്. പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ചേംബറും ദിലീപിനെതിരെ തിരിഞ്ഞപ്പോൾ സഹായിച്ചത് താൻ മാത്രമായിരുന്നു. ദിലീപിനെ ഉൾപ്പെടുത്തി സിനിമ എടുക്കരുതെന്ന് വിലക്കുണ്ടായപ്പോൾ താൻ അയാളെ ചേർത്ത് ഫിലിം എടുത്ത ഒരേ ഒരാൾ താനായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിലീപ് പിന്നീട് ചെയ്തത് പുതിയ സംഘടനയുണ്ടാക്കി തന്നെ വഞ്ചിക്കുകയായിരുന്നു. 6 മാസം വരെ തന്റെ തിയേറ്ററുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയും വന്നു. എന്നാൽ എല്ലാറ്റിനും ദൈവം ദിലീപിന് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് വിശ്വസിച്ച ആൾ തന്നെ ഇപ്പോൾ പോലീസിന് എല്ലാ വിവരം തെളിവുകളും നൽകുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപ് നിയോഗിച്ച ആൾ തന്നെയാണ് ശിക്ഷ നേടിക്കൊടുക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞിരുന്നു, മമ്മൂട്ടി ഇടപെട്ടാൽ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. അതോടെ മുഖ്യമന്ത്രിക്ക് തന്നോട് നീരസമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടും അന്നത്തെ DGP അന്വേഷണം കാര്യക്ഷമമാക്കിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും DGPയും ക്രൈംബ്രാഞ്ചും എല്ലാം ഒറ്റക്കെട്ടായി കേസ് സജീവമാക്കുകയാണെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറ്റവാളി ആരായാലും ശിക്ഷ നേടിക്കൊടുക്കുമെന്ന കാര്യത്തിൽ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ബഷീർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാടോടെ അന്വേഷണം പൂർവാധികം ശക്തി പ്രാപിക്കുന്നുണ്ട്. അന്വേഷണം മറ്റു ചുരുളിലേക്കും എത്തുമെന്നും സൂചനയുണ്ട്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സമീപനമാണ് ദിലീപ് അന്ന് സ്വീകരിച്ചതെന്നും അതിന് അദ്ദേഹത്തിന് ദൈവം വലിയ ശിക്ഷ നൽകുമെന്നുമാണ് ബഷീർ ആവർത്തിച്ചത്. എന്നാൽ അന്ന് ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ. എന്നാൽ ഇന്ന് 2025 ആയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം മാറി മറയുന്ന ഒരു അവസ്ഥയിലേക്കായി. ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ. അയാളാണ് പറഞ്ഞത് തുടരുമിന് പിന്നാലെ ദിലീപിന്റെ സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഒന്നിച്ചു പോകുന്നത്. അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം തുടരും എന്ന സിനിമ ഇറങ്ങിയ അതിനുശേഷമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങുന്നത്. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റു പോകുന്നുണ്ടെന്ന് ബഷീർ തന്നെയാണ് പറഞ്ഞത്. ലിബർട്ടി ബഷീറിനെ പോലും ദിലീപിനെ കുറിച്ച് പറയേണ്ടി വന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദിലീപിന്റെ പുനർജന്മമാണെന്നാണ് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബന്ധപ്പെട്ട് ദിലീപിനെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാൾ കൂടിയാണ് തിയേറ്റർ ഉടമയായ ലിബർട്ടി ബഷീർ എന്ന് പറയുന്നത്. ചാനൽ ചർച്ചകളിലടക്കം നിരവധി ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ചടക്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ 10 കോടിയുടെ മാനനഷ്ട കേസും ആ സമയത്ത് കൊടുത്തിരുന്നു. കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരെയായിരുന്നു മാനനഷ്ട കേസ് കൊടുത്തിരുന്നത്. ഈ വേളയിലാണ് ലിബർട്ടി ബഷീർ ദിലീപ് ചിത്രത്തെ പുകഴ്ത്തി രംഗത്തെത്തിയത് ചർച്ചയായത്. ചിത്രത്തിന്റെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയ സമയത്ത്. 2017 ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കുറെ കാലത്തിന് ശേഷം തുടരുമെന്ന പഠനത്തിനാണ് 15ഉം 20ഉം ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 4-5 ദിവസമായി 15ഉം 20ഉം ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ടെടുക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ്. അവസാനത്തെ 20 മിനിറ്റ് ഒക്കെ സൂപ്പർ എന്നാണ് പറയുന്നത്. ദിലീപിന്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ ശേഷവും തിയേറ്ററുകൾ ഫുൾ ആണെന്നത് പടത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട്. അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല, ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും രാത്രി 12ന് ശേഷം അഡീഷണൽ ഷോ ഇട്ട് ഹൗസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. ഈ പടത്തിനും വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിനെയും ആശംസകൾ അറിയിക്കുന്നു എന്നാണ് ആ സമയത്ത്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ലിബർട്ടി ബഷീർ പറഞ്ഞത്. ദിലീപിന് വരാനിരിക്കുന്ന പപ്പ എന്ന സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലാണ് എത്തുന്നത്. ഇതിന്റെ സന്തോഷം നിരവധി പേർ പങ്കുവച്ചിരുന്നു. തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ദിലീപിന്റെയും സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്നത് തൃശൂർ പൂരമാണ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ ബപ്പയുമായി ദിലീപിന്റെ 1.5 വരവുണ്ട് എന്നെല്ലാമാണ് ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തുന്നത്.